Hello, good afternoon. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഓഡിറ്റർ എക്സാമിൻ്റെ പ്രിലിംസ് എഴുതാനുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷൻ എന്ന നിലയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് PYQs ഡിസ്കസ് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ കെമിസ്ട്രി ആണ് ഫസ്റ്റ് തുടങ്ങുന്നത്. ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. ഓപ്ഷൻസ് ഹീലിയം, മെഗ്നീഷ്യം, സോഡിയം, അയൺ. ഇവിടെ ആൻസർ വരുന്നത് അയൺ ആണ്. ഇതുപോലെ വേരിയബിൾ വാലൻസി കാണിക്കുന്ന മറ്റ് എലമെൻറ്റ്സ് ആണ് മെർക്കുറിയും കോപ്പറും. അത് ഓർത്ത് വയ്ക്കുക. അയൺ, മെർക്കുറി, കോപ്പർ ഇവയാണ് വേരിയബിൾ വാലൻസി കാണിക്കുന്ന മറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the speed of chemical reaction between gases increases with increasing pressure due to an increase in number of molecules, volume, concentration, distance between molecules. Answer വരുന്നത് C, concentration. 24th question, the scientific principle behind the working of transformer is mutual induction, transmission, rectification, amplification. Direct question ആണ്. Answer option A, mutual induction. 25. The outermost shell configuration of an element is 4s2 4p3. The period to which the element belongs to. Options 5, 8, 3, 4. Answer D ആണ്. 4 ആണ് ആൻസർ. പീരിയഡ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിലുള്ള 4p, ആ 4 വാല്യൂ ആണ് നമ്മൾ ആൻസറായിട്ട് എഴുതിയിട്ടുള്ളത്. 26th question, ന്യൂക്ലിയസ് ഈസ് ഡിസ്കവേർഡ് ബൈ. ഇനി വരുന്നത് ബയോളജി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ, ബി ഗോൾഗി, സി ബോമാൻ, ഡി ഫൗണ്ടെയിൻ. ആൻസർ ഈസ് റോബർട്ട് ബ്രൗൺ, ഓപ്ഷൻ എ. ഗോൾഗി ബോഡി കണ്ടുപിടിച്ച ആളാണ് ഗോൾഗി. 27th ക്വസ്റ്റ്യൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീ അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ് ഈസ് സിംബയോസിസ്, മ്യൂച്വലിസം, കമൻസാലിസം, നൺ ഓഫ് ദിസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറയുന്നത് രണ്ട് ഓർഗാനിസംസ് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ നിൽക്കുന്നതിനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതായത് അസോസിയേഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ഓഫ് ടു ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ വിച്ച് ഈച്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. ആസിഡ് റെയിൻ ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ എ ozone and dust. O3 is ozone and dust. SO2 and NO2. SO3 and carbon monoxide. Carbon dioxide and carbon monoxide. Answer is B, SO2 and NO2. Sulfur dioxide and nitrogen dioxide. 29. Greenhouse effect is mainly due to CH4, SO2, CFC, CO2. Answer is option D, carbon dioxide, CO2. Question 30. Which of the following is a water soluble vitamin? Calciferol, tocopherol, ascorbic acid, phylloquinone. Answer is ascorbic acid, option C. Ascorbic acid is also known as vitamin C. 31. Dada Saheb Phalke Award of 2017 was given to Vinod Khanna, Rajesh Khanna, Rishi Kapoor, none of these. Answer is Vinod Khanna. Question 32. Which article of Indian Constitution empowers the President of India to declare financial emergency? Article 358, Article 359, Article 360, Article 363. Correct is option C, Article 360. Question number 33. Kerala government's Kamala Surya Award of 2017 for literary work was given to Lalita Sadashivam, KP Sudhira, P. Valsala, KR Meera. Answer is option B, KP Sudhira. 2017 കമല സുരയ്യ അവാർഡ് ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. The Grand Design is a work of Stephen Hawking, John Gibson, Mariga Taylor, Dennis W. Sciama. The correct answer is option A, Stephen Hawking. The Grand Design ആരുടെ വർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ സ്റ്റീഫൻ ഹോക്കിംഗ്.
35. Among the following, which is not the recipient of Nobel Prize in Chemistry in 2017? 2017 കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് റെസിപ്പിയൻ്റ് അല്ലാത്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. എ. ജേക്കസ് ഡുബോച്ചറ്റ്, ബി. ജോവാച്ചിം ഫ്രാങ്ക്, സി. റിച്ചാർഡ് ഹെൻഡേഴ്സൺ, ഡി. ബാരി സി ബാരിഷ്. The answer is option D, Barry C. Barish. Question 36. In 2018, the Oscar award for the best actor was given to Gary Oldman for his performance in option A, The Shape of Water, B. The Post, C. Darkest Hour, D. Dunkirk. Answer is option C, Darkest Hour. 37. In 2019, FIFA Under-20 World Cup will be held in England, Poland, South Africa and Germany. The correct answer is Poland, option B. 38. E. Harikumar got Sahitya Academy, India's National Academy of Letters award for his work. A. Kamasurabi, B. തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, സി. കറുത്ത തമ്പ്രാട്ടി, ഡി. ദിനോസറിൻ്റെ കുട്ടി. ആൻസർ ഡി. ദിനോസറിൻ്റെ കുട്ടിയാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. Question 39. The chairman of the Public Account Committee is being appointed by. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? The President, the Vice President, Prime Minister, the Speaker of the Lok Sabha. ഓപ്ഷൻ ഡി ആണ് ആൻസർ, the Speaker of the Lok Sabha. ചൂലന്നൂർ ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ചൂലന്നൂർ ബേർഡ് സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്, ഇടുക്കി, തൃശ്ശൂർ, പത്തനംതിട്ട. ആൻസർ പാലക്കാടാണ്. Question 41. Who was the first woman president of the Indian National Congress? സരോജിനി നായിഡു, ബിക്കാജി കാമ, കമല നെഹ്റു, ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. ഇത് കൂടുതൽ റിപ്പീറ്റായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആൻസർ ആനി ബെസന്റ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Question 42. In which state of India Subansiri Hydra Power Project is located? മധ്യപ്രദേശ്, ആസാം, കർണാടക, രാജസ്ഥാൻ. സുബാൻസിരി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഇന്ത്യയിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, ആസാമാണ്. 43. In which of the following sessions of Indian National Congress was National Anthem sung for the first time? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷനിലെ ഏത് സെഷനിലാണ് നാഷണൽ ആന്തം ആദ്യമായി പാടിയത്? 1911, 1930, 1947, 1956. ഓപ്ഷൻ എ ആണ് 1911 ആദ്യമായിട്ട് നാഷണൽ ആന്തം പാടിയത്. 1911 ഓർത്ത് വെക്കുക. Question 44. Which is the longest national highway in India? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ഏതാണ്? NH56, NH46, NH44, NH45. ഓപ്ഷൻ സി ആണ് ആൻസർ, NH44. 45. Which is the oldest oil field of India? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓയിൽ ഫീൽഡ് ഏതാണ്? ദിഗ്ബോയ്, അംഗ്ലേശ്വർ, ബോംബെ ഹൈ, മസിംപൂർ. ഓപ്ഷൻ എ ദിഗ്ബോയ് ആണ് കറക്റ്റ് ആൻസർ. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ ഡി, തിരുവനന്തപുരമാണ്. 47. The Urdu poet who was the representative of second and third round table conferences. സെക്കൻഡ് ആൻഡ് തേർഡ് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഉറുദു പോയറ്റ് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മുഹമ്മദ് ഇക്ബാൽ, മിർസ ഖലീൽ, സർദാർ ജാഫ്രി. ഓപ്ഷൻ ബി ആണ് ആൻസർ, മുഹമ്മദ് ഇക്ബാൽ. 48. Which dam is located in കരമനത്തോട് ആൻഡ് ഓഫ്സ്പ്രിംഗ് ഓഫ് ദ കബിനി റിവർ? ചെറുതോണി ഡാം, മലങ്കര ഡാം, ബാണാസുര സാഗർ ഡാം, പഴശ്ശി ഡാം. കരമനത്തോട് സ്ഥിതി ചെയ്യുന്ന ഡാം ഏതാണ്? അത് കബിനി റിവറിൻ്റെ ഒരു കൈവഴി കൂടിയായിട്ടുള്ള ഒരു നദിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബാണാസുര സാഗർ ഡാമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ വീണ്ടും വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
താങ്ക് യു.